ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മക്കളെ, വരാൻ പോകുന്ന ഡിഗ്രി നിലവാരത്തിലുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു 2 കിടിലൻ ചോദ്യങ്ങളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം ഈ ഒരു സീരീസ് നമ്മൾ തുടർന്ന് നമ്മുടെ ഡിഗ്രി പരീക്ഷ അവസാനിക്കുന്നത് വരെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് അത്രയധികം ഉതകുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ ചോദ്യത്തിലോട്ട് കടക്കുന്നു. അപ്പം ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ പറയുക എന്നുള്ളതല്ല, ഡിഗ്രി പരീക്ഷയിൽ ചോദിക്കുന്ന കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കുറേയധികം വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഇതിന് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാകും എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് നമ്മൾ തൂക്കും, ശേഷം മെയിൻസ്, മകളെ ഡിഗ്രി മെയിൻസ് നമ്മൾ തൂക്കിയിരിക്കും. അതിനുവേണ്ടി ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണുള്ളത്. 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഇതാണ് ചോദ്യം. ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണെങ്കിൽ ഇതിലെ 10 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. ഇത് ശരിക്കും എക്സ് ഒക്കെ ഇട്ട് കുറേയധികം മെനക്കെട്ട് ചെയ്യുന്നൊരു ചോദ്യമോ. മക്കളെ, നമ്മൾ വേഗത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ബാഗിൽ എന്തൊക്കെയുള്ളത്? ആദ്യം 25 പൈസ, ഏറ്റവും വലുത് 25 പൈസയുണ്ട്. ശേഷം അടുത്തത് 50 പൈസ, ഏറ്റവും വലുത് 50 പൈസ അല്ലേ? ഒരു ബാഗിലുള്ള ഏറ്റവും വലുത് 50 പൈസ. ശേഷം 25 പൈസ, ശേഷം 10 പൈസ എന്നീ നാണയങ്ങൾ. മക്കളെ, 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ 5:9:4. ഇത് 5, ഇത് 9, ഇത് 4 എന്ന അംശബന്ധത്തിലുണ്ട്. ഇനി പെട്ടിയിൽ അല്ലെങ്കിൽ ആ ബാഗിൽ മൊത്തം 206 രൂപയുണ്ടെങ്കിൽ അതിലെ ഓരോ നാണയങ്ങളുടെയും എണ്ണം എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ചോദിച്ചിരിക്കുന്ന 10 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മൊത്തം നാണയങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കാം. അപ്പോൾ ഒന്നുകൂടെ പറ മക്കളെ, 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ 5:9:4 എന്ന അംശബന്ധത്തിലാണേ ഉള്ളത്. അപ്പോൾ നോക്കി നമ്മൾ ചെയ്യുന്ന എത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ 50 പൈസ നാണയങ്ങളുടെ എണ്ണമല്ലല്ലോ 5, അല്ല. 25 പൈസ നാണയങ്ങളുടെ എണ്ണമല്ലല്ലോ 9, അല്ല. 10 പൈസ നാണയങ്ങളുടെ എണ്ണമല്ലല്ലോ 4, അല്ല. എണ്ണങ്ങളുടെ റേഷ്യോയാ. വലിയ 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 3 സംഖ്യകളായിരുന്നു ഇവർ 3 പേരും. അവരെ വെട്ടി 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 ചെറുതാക്കിയപ്പം ഇവൻ 5 എന്നും മക്കളെ ഇവൻ 9 എന്നും ഇവൻ 4 എന്നും ആയി എന്നല്ലേ പറയുന്നത്? അതെ, നമ്മൾ തൽക്കാലം ഇവരെ എണ്ണങ്ങളായിട്ട് അങ്ങ് സങ്കല്പിക്കും. എന്ന് പറഞ്ഞാൽ മക്കളെ, 50 പൈസ 5 എണ്ണം എന്നും 25 പൈസ 9 എണ്ണം എന്നും 10 പൈസ 4 എണ്ണം എന്നും അങ്ങ് സങ്കല്പിക്കുക. അപ്പം നിങ്ങൾ പറ, 50 പൈസ 5 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയാണെന്ന് പറ മക്കളെ. 50 പൈസ 5 എണ്ണം ഉണ്ടെങ്കിൽ എനിക്കറിയാം 50 പൈസ 2 എണ്ണം ചേർന്നാൽ 1 രൂപയാണ്. അപ്പോൾ 4 എണ്ണം ചേർന്നാൽ 2 രൂപയാണ്. അപ്പോൾ 5 എണ്ണം ചേരുമ്പം 2 രൂപ 50 പൈസ. മക്കളെ, 2 രൂപ 50 പൈസ അല്ലേ? 2 രൂപ 50 പൈസ, 2 രൂപ 50 പൈസ. ഓക്കെ. അതേപോലെ 25 പൈസ നാണയങ്ങളുടെ എണ്ണം 9 എണ്ണം എന്നങ്ങ് സങ്കല്പിക്കും. അങ്ങനെയെങ്കിൽ 25 പൈസ എത്ര തുകയുണ്ടെന്നറിയാൻ 25 രൂപ. നമുക്ക് 25 പൈസ 4 എണ്ണം ചേരുമ്പോഴേ 1 രൂപയാണ് വന്നത്. അപ്പം 8 എണ്ണം ചേരുമ്പോൾ 2 രൂപയായി. പിന്നെ ഒരു 25 പൈസ അധികമുണ്ട്. മക്കളെ, 2 രൂപ 25 പൈസ. 2 രൂപ 25 പൈസ, 2 രൂപ 25 പൈസ അല്ലേ? ഇനി 10 പൈസയുടെ എണ്ണം 4 എണ്ണം ഉണ്ട്. 10 പൈസ 4 എണ്ണം ഉണ്ട്. നമുക്കറിയാം 40 പൈസയാണ്. 40 പൈസയാണ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെയാണ്. നിങ്ങളിതാ ഇത് 3 ഒന്ന് കൂട്ടിയ മക്കളെ, ഇത് 3 അങ്ങ് കൂട്ടണം. അപ്പോൾ ആദ്യം നമുക്ക് രൂപയും കൂട്ടാം. 2 × 2 4 രൂപ, 4 രൂപ 50 പൈസ. അതിനോട് 40 പൈസ കൂട്ടിയാൽ 4 രൂപ 90 പൈസ. അതിനോടൊപ്പം 25 പൈസ കൂട്ടിയാൽ 5 രൂപ 15 പൈസ. എന്നൂടെ പറയാം, ഇത് 3 നിങ്ങൾ അങ്ങ് കൂട്ടണം. ഇത് 3 നിങ്ങൾ കൂട്ടണം. കൂട്ടുമ്പം 2 രൂപയും 2 രൂപയും കൂട്ടിയ മക്കളെ 4 രൂപ.
4 രൂപയുടെ 50 പൈസ കൂട്ടിയാൽ 4 രൂപ 50 പൈസ. അതിനോടൊപ്പം 40 പൈസ കൂട്ടിയാൽ 4 രൂപ 90 പൈസ. അതിനോടൊപ്പം 25 പൈസ കൂട്ടിയാൽ 5 രൂപ 15 പൈസ. ഇതിൻ്റെ ഇത്രയും കൂടെ തുക മക്കളെ 5 രൂപ 15 പൈസ എന്ന് വരും. 5 രൂപ 15, അതായത് 5.15. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? എങ്കിൽ ദാ നമ്മുടെ ഉത്തരവായി. നമുക്ക് വേണ്ടത് എന്തുവാ? നമുക്ക് വേണ്ടത് അവിടുത്തെ 10 പൈസ നാണയങ്ങളുടെ എണ്ണം മാത്രം മതി. 10 പൈസ നാണയങ്ങളുടെ എണ്ണം മാത്രം മതി. ഞാൻ പക്ഷേ എല്ലാ നാണയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുമോ? എല്ലാ നാണയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ബാഗിലുള്ള ആകെ തുകയായ 206 ഇൻറ്റു മക്കളെ 206 ഇൻറ്റു ബാഗിലുള്ള ആകെ തുകയായ 206 ഇൻറ്റു ബാഗിലുള്ള ആകെ തുകയായ 206 ഇൻറ്റു ദാ ഇതിൻ്റെ ടോട്ടൽ എത്ര മക്കളെ? ഇതിൻ്റെ ടോട്ടൽ 5 രൂപ 15 പൈസയാണ്. 5 രൂപ 15 പൈസയും എടാ 5 രൂപ 15 പൈസ. ദാ 5 രൂപ 15 പൈസ. നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ദാ ഇതിനെ ഓരോന്നിനെയല്ലേ നമ്മൾ എണ്ണങ്ങളായിട്ട് സങ്കല്പിച്ചത്? അതെ, അതിനെ ഓരോന്നിനെയും തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് അവരുടെ എണ്ണങ്ങൾ. അതായത് 50 പൈസ 5 എണ്ണമെന്നല്ലേ നമ്മൾ സങ്കല്പിച്ചത്? എങ്കിൽ 50 പൈസ എണ്ണം കിട്ടാൻ ആ 5 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 5 മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ 25 പൈസ എണ്ണം കിട്ടാൻ ഈ 9 തിരിച്ചിട്ട് കൊടുത്താൽ മതി. 9. അതുപോലെ 10 പൈസ എണ്ണം കിട്ടാൻ ഈ 4 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 4. മനസ്സിലായോ? ശരി, നമുക്ക് ഇതാ വെട്ടുമ്പം ഇവിടെ പോയിന്റ് ഉണ്ട് മക്കളെ. പോയിന്റ് ഉണ്ട്. നമുക്ക് പോയിന്റ് ഒന്ന് മാറ്റാം. പോയിന്റ് മാറ്റുമ്പോൾ എന്ത് വരും? പോയിന്റ് മാറ്റുമ്പം എടാ താഴെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇങ്ങനെ വരും 206 ഇൻറ്റു 5 ഇൻറ്റു 100 എന്ന് വരും. അതായത് മുകളിൽ 206 5 മുകളിൽ ഞാൻ ഗുണിച്ച്. ഓക്കെ, 206 ഇൻറ്റു 5 എഴുതി. പിന്നെ താഴെ എന്തായാലും 100 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ ഞാൻ 100 കൊണ്ട് ഗുണിക്കുന്നതായിട്ട് കാണിച്ചു. ഡിവൈഡഡ് ബൈ മക്കളെ 515. താഴത്തെ പോയിന്റ് മാറി 515 ആയി. ശരിയാണോ? താഴത്തെ പോയിന്റ് മാറി 515 ആയി. താഴത്തെ പോയിന്റ് മാറി 515 ആയി. ഓക്കെ, മുകളിൽ ഇതാ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു 100 കൊണ്ട് ഗുണിച്ചേ. വെട്ടാം. 5-നകത്ത് 5 ഒരു തവണ, ഇവിടെയും 5-നകത്ത് 5 ഒരു തവണ. 1-നകത്തിൽ അടങ്ങുന്നില്ല, അതുകൊണ്ട് 0 കൊടുത്ത്. പിന്നെ 15-നകത്ത് 5 3 തവണ. 103-നകത്ത് 103 ഒരു തവണ. 206-നകത്ത് 103 2 തവണ. ഇനി വെട്ടാനൊന്നുമില്ല മക്കളെ. 2 ഇൻറ്റു 100 200 എന്ന് വരും. അതായത് മക്കളെ ഇതാ 50 പൈസ നാണയങ്ങളുടെ എണ്ണം 200. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ചോദ്യം അതല്ല. ഇവിടെ 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണെങ്കിൽ ഉത്തരം 200. ഇനി 25 പൈസ നാണയങ്ങളുടെ എണ്ണം വേണമെങ്കിലോ? 25 പൈസ നാണയങ്ങളുടെ എണ്ണം വേണമെങ്കിലോ എന്ത് ചെയ്യും പറ? 206 ഇൻറ്റു 9 മക്കളെ. 206 ഇൻറ്റു 9 ഇൻറ്റു ദാ താഴെ എന്തായാലും നമുക്ക് 100 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിൽ 100 എണ്ണം ഗുണിക്കുമോ? ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ മക്കളെ ദാ 515 വരും. ശരിയാണോ? നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് ഇവിടെ വെട്ടുമ്പം മക്കളെ 103 എന്ന് വരും. ഇവിടെ 5 കൊണ്ട് വെട്ടാം. ദാ 20 എന്ന് വരും. 103-നകത്ത് 103 ഒരു തവണ. 206-നകത്ത് 2 തവണ. 2 ഇൻറ്റു 20 മക്കളെ 40 എന്ന് വരും. 40. ശരിയാണോ? അതായത് 25 പൈസ നാണയങ്ങളുടെ എണ്ണം 40 എന്ന് കിട്ടും. അതും ഓപ്ഷനിലുണ്ട്. നമുക്ക് വേണ്ടത് 10 പൈസ നാണയങ്ങളുടെ എണ്ണമല്ലേ? ഇതാണ് വേണ്ടത്. നമുക്ക് ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 206 ഇൻറ്റു മക്കളെ 206 ഇൻറ്റു 4 അങ്ങ് ചെയ്യും. 4 ഡിവൈഡഡ് ബൈ 5.15. അവിടുത്തെ പോയിന്റ് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. അപ്പം മക്കളെ നമ്മൾ മുകളിൽ 100 കൊണ്ട് ഗുണിക്കും. ഡിവൈഡഡ് ബൈ എത്ര? 515 ആയിട്ട് മാറും. 5 കൊണ്ട് വെട്ടുമ്പം ഇവിടെ 103 വരും. ഇവിടെ 20 വരും. 103-നകത്ത് 103 ഒരു തവണ. 206-നകത്ത് 2 തവണ. ഇനി വെട്ടാനൊന്നുമില്ല. 4 2 8 8 2 16 160 എന്ന് വരും. അതായത് 10 പൈസ നാണയങ്ങളുടെ എണ്ണം മക്കളെ 160. അതുകൊണ്ട് ഓപ്ഷനിൽ കണ്ടോ? ഓപ്ഷൻ സി 160 ആണ് ശരി ഉത്തരം. ഇവിടെ എല്ലാ നാണയങ്ങളുടെ എണ്ണവും ഓപ്ഷനിലുണ്ട്. നമ്മുടെ ഉത്തരം 160. മനസ്സിലായോ? ഇത് ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. ഡിഗ്രി നിലവാരത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്കൊരു 1-2 ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം. നോക്കേ മക്കളെ, 1 രൂപ, 50 പൈസ, 25 പൈസ നാണയങ്ങൾ 7:4:4 എന്ന അംശബന്ധത്തിൽ ഒരു ബാഗിലുണ്ട്. ബാഗിൽ ആകെ 300 രൂപയുണ്ടെങ്കിൽ ഓരോ നാണയങ്ങളുടെയും എണ്ണം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. കണ്ടോ? 1 രൂപ, 50 പൈസ, 25 പൈസ നാണയങ്ങൾ 7:4:4 എന്ന അംശബന്ധത്തിലുണ്ട്. ഇനി ആ ബാഗിൽ മൊത്തം 300 രൂപയുണ്ടെങ്കിൽ ഓരോ നാണയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുവാണേ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മൾ ആദ്യം
1 രൂപ ഒരു 7 എണ്ണം ഉണ്ടെന്നങ്ങ് സങ്കല്പിക്കും. എടാ ഇത് നമുക്കറിയാം ഇവരുടെ എണ്ണങ്ങളുടെ റേഷ്യോയാണ്. തൽക്കാലം അവരെ എണ്ണങ്ങളായിട്ട് സങ്കല്പിച്ചാൽ 1 രൂപ 7 എണ്ണമെങ്കിൽ മക്കളെ 7 രൂപയല്ലേ? 7 രൂപ 7 രൂപ അല്ലേ? 50 പൈസ 4 എണ്ണമെങ്കിൽ മക്കളെ 2 രൂപയല്ലേ? 2 രൂപ. 50 പൈസയുടെ തുട്ട് 50 പൈസയുടെ നാണയം നിങ്ങളുടെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. 4 എണ്ണം. എനിക്കറിയാം 2 50 പൈസ ആയ 1 രൂപയാണ്. അപ്പം 4 50 പൈസ ആയാൽ 2 രൂപയല്ലേ? 2 രൂപ. 25 പൈസ 4 എണ്ണമെങ്കിൽ മക്കളെ 1 രൂപയല്ലേ? 1 രൂപ. ഇനി പറ ഇത് 3 കൂടെ കൂട്ടി അങ്ങ് എഴുത്. 7 2 9. 9 1 10 രൂപ 10 രൂപ 10 രൂപ. ഓക്കെ ആണോ? 10 രൂപ. ഇത്രയും ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. 1 രൂപ നാണയം നിങ്ങളുടെ കയ്യിൽ 7 എണ്ണം ഉണ്ടെങ്കിൽ മക്കളെ അത് 7 രൂപ. അതുപോലെ 50 പൈസ നാണയം 4 എണ്ണം നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് 2 രൂപയാണ്. 25 പൈസ നാണയം 4 എണ്ണം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ 1 രൂപയാണ്. എങ്കിൽ ആ തുകയുടെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ മക്കളെ 10 എന്ന് വരും. അതങ്ങോട്ട് എഴുതി. നമുക്ക് വേണ്ടത് ബാഗിലെ ഓരോ നാണയങ്ങളുടെ എണ്ണം കാണണം. നമുക്കറിയാം ബാഗിൽ മൊത്തം 300 രൂപയുണ്ട്. 300 രൂപ. അപ്പം 300 ഇൻറ്റു 300 ഇൻറ്റു 300 ഇൻറ്റു ഇവിടെ കിട്ടിയ ടോട്ടലായ 10 താഴോട്ട് എഴുതുക. ഇനി ദാ ഇവിടെ കിട്ടിയ ടോട്ടലായ 10 താഴോട്ട് എഴുതുക. 10 താഴോട്ട് എഴുതുക. ദാ ഇതിനെയല്ലേ നമ്മൾ എണ്ണങ്ങളെന്ന് സങ്കല്പിച്ചതും വിളിച്ചതും. അതുകൊണ്ട് തന്നെ അവരെ ഓരോരുത്തരെയും ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നോ അതാണ് മക്കളെ നമ്മുടെ എണ്ണങ്ങൾ. എങ്കിൽ നോക്കാം. ദാ 300 ഇൻറ്റു 10ൽ 1 രൂപ നാണയത്തിൻ്റെ എണ്ണം കിട്ടാൻ ഈ 7 ഇട്ട് കൊടുക്കുക. 50 പൈസ നാണയത്തിൻ്റെ എണ്ണം കിട്ടാൻ ഈ 4 ഇട്ട് കൊടുക്കുക. 25 പൈസ നാണയത്തിൻ്റെ എണ്ണം കിട്ടാൻ ഈ 4 ഇട്ട് കൊടുക്കുക. നമുക്ക് ഏതാണോ ചോദ്യം അതിട്ട് കൊടുത്താൽ മതി. 0 0 വെട്ടി 7 3 21. അതായത് 210 എണ്ണം. 1 രൂപ നാണയത്തിൻ്റെ എണ്ണം 210. 0 0 വെട്ടി 4 3 12 120 എണ്ണം. അതായത് 25 പൈസ നാണയത്തിൻ്റെ എണ്ണം 50 പൈസ നാണയത്തിൻ്റെ എണ്ണം 120. 0 0 വെട്ടി 4 3 12 120. അതായത് 25 പൈസ നാണയത്തിൻ്റെ എണ്ണവും മക്കളെ 120. മനസ്സിലായോ? 1 രൂപ 210, 50 പൈസ 120, 25 പൈസ 120. ക്ലിയർ ആണോ? വ്യക്തമായി കാണും എന്ന് കരുതുന്നു. ദാ വീണ്ടും നമ്മൾ പരിശോധിക്കും. ഒരെണ്ണം കൂടെ പരിശോധിക്കും. 2 രൂപ 1 രൂപ 50 പൈസ എന്നീ നാണയങ്ങൾ ഒരു ബാഗിൽ 4:1:2 എന്ന അംശബന്ധത്തിലുണ്ട്. കൂടാതെ ബാഗിൽ ആകെ 500 രൂപയുണ്ടെങ്കിൽ ഓരോ നാണയങ്ങളുടെയും എണ്ണം എത്ര എന്ന് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ മക്കളെ? 2 രൂപ 1 രൂപ 50 പൈസ നാണയങ്ങൾ 4:1:2 എന്ന അംശബന്ധത്തിലുണ്ട്. കൂടാതെ ബാഗിൽ ആകെ 500 രൂപയുണ്ടെങ്കിൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? നമ്മൾ ആദ്യം ചെയ്യുന്നത് 2 രൂപയുടെ നാണയം നിങ്ങളുടെ കൈവശം 4 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കുക. 2 രൂപയുടെ നാണയം നിങ്ങളുടെ കൈവശം 4 എണ്ണം ഉണ്ടെങ്കിൽ മക്കളെ അത് 8 രൂപയാ. ശരിയാണോ? 8 രൂപ. 1 രൂപയുടെ നാണയം നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. അത് 1 രൂപ തന്നെ. ശരിയാണോ? 50 പൈസയുടെ നാണയം നിങ്ങളുടെ കയ്യിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ അത് 1 രൂപയാ. ശരിയാണോ? 8 1 9, 9 1 10. ദാ 10 എന്ന് വരും. ഓക്കെ ആണോ? എടാ മൊത്തം 10 എന്ന് കിട്ടും. ക്ലിയർ? ഇത്രയും ക്ലിയർ ആണോ? ഇനി പറ, എനിക്ക് ഓരോ നാണയത്തിൻ്റെയും എണ്ണം വേണം. അത് കണ്ടുപിടിക്കാൻ ബാഗിലുള്ള ആകെ തുകയായ 500 ഇൻറ്റു ദാ ഇതിൻ്റെ ടോട്ടലായ 10ൽ മക്കളെ 10ൽ ദാ ഇതിനെയാണ് നമ്മൾ എണ്ണങ്ങളെന്ന് സങ്കല്പിച്ചതും വിളിച്ചതും. അതുകൊണ്ട് അവരെ തിരിച്ചിട്ടം കൊടുത്താൽ നമ്മുടെ ഓരോ നാണയത്തിൻ്റെ എണ്ണം കിട്ടും. അപ്പോൾ 2 രൂപ നാണയത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ 4 ഇട്ട് കൊടുത്താൽ മതി. 4 ഇട്ട് കൊടുക്കുന്നു. 1 രൂപ നാണയത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 ഇട്ട് കൊടുക്കുന്നു. 50 പൈസ നാണയത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. ദാ 0 0 പോയി. 50 4 മക്കളെ 200. അതായത് 2 രൂപ നാണയത്തിൻ്റെ എണ്ണം 200 എണ്ണം. ദാ 0 0 വെട്ടുന്നു. 50 ഇൻറ്റു 1 50. അതായത് 1 രൂപ നാണയത്തിൻ്റെ എണ്ണം മക്കളെ 50. 1 രൂപ നാണയത്തിൻ്റെ എണ്ണം 50. ദാ 0 0 വെട്ടുന്നു. 50 ഇൻറ്റു 2 മക്കളെ 100. അതായത് 50 പൈസ നാണയത്തിൻ്റെ എണ്ണം 100. 50 പൈസ നാണയത്തിൻ്റെ എണ്ണം 100. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. ദാ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാലോ?
ഇതാ ചോദിക്കാൻ സാധ്യതയുള്ള അടിപൊളി ഒരു ചോദ്യത്തിലോട്ട് പോവുക. മകളെ ചോദ്യം ഇങ്ങനെയാണ്, 2002 ജൂൺ 4 ആഴ്ചയിലെ ഏത് ദിവസമാണ്? ചോദിച്ച ചോദ്യമാണ്, സംഭവമൊന്നുമില്ല. എടാ 2002 ജൂൺ 4 ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. 2002 ജൂൺ 4 ഏത് ദിവസമാണ് എന്നാണ് ചോദ്യം. 2002 ജൂൺ 4 ഏത് ദിവസമാണ് എന്നതാണ് മക്കളെ നമ്മുടെ ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്: ഞായറാഴ്ച, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച. ചോദ്യം നോക്കിയ മക്കളെ, 2002 ജൂൺ 4 ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം പണ്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസം? എല്ലാവരും ഒരു GK പോലെ പഠിച്ചു വെച്ചിട്ടുണ്ട് മക്കളെ. അതൊരു വെള്ളിയാഴ്ചയാണ്. ഇന്ത്യ സ്വതന്ത്രമായ ദിവസം 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസം? അതൊരു വെള്ളിയാണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ പിന്നെയും ചോദിച്ചിട്ടുണ്ട് മക്കളെ, 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം. 1950 ജനുവരി 26 ഏത് ദിവസമെന്ന്? മക്കളെ അതൊരു വ്യാഴാഴ്ചയാണ്, വ്യാഴാഴ്ച. പിന്നെയും ചോദിച്ചിട്ടുണ്ട് 1948 ജനുവരി 30, അതായത് ഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം, ഗാന്ധിജി മരണമടഞ്ഞ ദിവസം 1948 ജനുവരി 30. മക്കളെ അതും ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ പറ, 2002 ജൂൺ 4 എന്ന ദിവസം ഓർത്ത് വെക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല, ഇല്ല. എടാ ഇനി 2215 ജൂൺ 8 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. 2215 കാണാൻ പോലും പോകുന്നില്ല നമ്മൾ, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അന്നൊന്നും പ്രത്യേകതയൊന്നും ഇല്ല മക്കളെ. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം, ചെയ്തെടുക്കാൻ അറിയണം. അതിന് ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങളൊരു 2 കോഡ് പ്ലസ് ഒന്നുകൂടെ 3 കോഡ് പഠിക്കണം. ഒരു 3 കുഞ്ഞി കോഡ് പഠിക്കണം. ഡിഗ്രി നിലവാരത്തിലെ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇതറിയാതെ പോകരുത് മക്കളെ. 1 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പം ആ 2 കോഡുകൾ ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുന്നു. ഇതാണ് കോഡ്. അതായത് മാസത്തിൻ്റെ കോഡ് പഠിക്കണം, അതുപോലെ നൂറ്റാണ്ടിൻ്റെ കോഡും പഠിക്കണം. മാസത്തിൻ്റെ കോഡ് പഠിക്കണം മക്കളെ, നൂറ്റാണ്ടിൻ്റെ കോഡും പഠിക്കണം. പഠിച്ചിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ കോഡ് പഠിക്കും. കോഡ് ഇങ്ങനെയാണ് മക്കളെ, കോഡ് ഇങ്ങനെയാണ്. 144 025 036 146. ഇതാണ് മാസങ്ങളുടെ കോഡ്. ഇതാണ് മക്കളെ മാസങ്ങളുടെ കോഡ്. ഇതാണ് മാസങ്ങളുടെ കോഡ്. അതായത് ജനുവരി എന്ന മാസത്തിൻ്റെ കോഡ്, ഫെബ്രുവരി എന്ന മാസത്തിൻ്റെ കോഡ്, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പറഞ്ഞ മനസ്സിലായോ? എടാ ഇതാണ് മാസങ്ങളുടെ കോഡ്. അപ്പോൾ കുറേ പേര് പറയും ഇത് ഞങ്ങൾ എങ്ങനെ പഠിക്കാനാണെന്ന്. ഇത് പഠിക്കാൻ തന്നെ ഒരു 3-4 ദിവസം എടുക്കുന്നു. ഒന്നുമില്ല മക്കളെ, ഞാൻ 2 വട്ടം പറയും, നിങ്ങൾ രണ്ടാമത്തെ വട്ടം നിങ്ങൾ പറയും. അതായത് 144 ഞാനതിനെ 144 വിളിക്കും. അതായത് 12ൻ്റെ സ്ക്വയർ 144. പിന്നെ മക്കളെ 025, അതായത് 5ൻ്റെ സ്ക്വയർ 025 025. ശേഷം 5 കഴിഞ്ഞുള്ള സംഖ്യ 6ൻ്റെ സ്ക്വയർ 036 036. പിന്നെ 146, അതായത് ഏറ്റവും ആദ്യത്തെ 144 2 കൂടെ കുട്ടി 146 ഓർത്ത് വെക്കാൻ വേണേ. 144 146 144 146 144 146. നടുക്ക് 5ൻ്റെ 6ൻ്റെ സ്ക്വയർ ക്രമത്തിൽ പറയുമ്പോൾ ഒരു 0 ചേർത്ത് പറയണം. 5ൻ്റെ 6ൻ്റെ സ്ക്വയറിനോട് ചേർത്ത്. അപ്പോൾ പറ 144, ഏറ്റവും ആദ്യം 12ൻ്റെ സ്ക്വയർ ആണേ. 144 025 036 146. ഒന്നുകൂടെ ഞാൻ പറയും, ശേഷം നിങ്ങൾ പറയും. അതാ ഞാൻ പറഞ്ഞ 2 വട്ടം ഞാൻ പറഞ്ഞിട്ട് 3-ാമത്തെ വട്ടം നിങ്ങൾ പറയും. മകളെ 12ൻ്റെ സ്ക്വയർ ആദ്യം, പിന്നെ 5ൻ്റെ സ്ക്വയറും 6ൻ്റെ സ്ക്വയറും ക്രമത്തിൽ, പിന്നെ 146. പറ 144 025 036 146. പറ ഇനി നിങ്ങൾ പറ 144 025 036 146. ഒന്നുകൂടെ പറ 144 025 036 146. ഓക്കെ ആണേ? അപ്പോൾ ഒന്നുകൂടെ 144 025 036 146. 12ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ 146. ഓക്കെ എടാ 144
0.25 അതായത് 5ൻ്റെയും 6ൻ്റെയും സ്ക്വയറുകൾ ക്രമത്തിൽ 5 6 5 6 പിന്നെ 146. ഓക്കെ, നിങ്ങൾ അടുത്തത് പഠിക്കേണ്ടത് മക്കളെ ഒന്നുകൂടെ പറയുന്നു, 144 0.25 0.36 146. ഒന്നുകൂടെ 144 0.25 0.36 146. ഒന്നുകൂടെ 144 0.25 0.36 146. ഒരിക്കൽ കൂടെ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഒരിക്കൽ കൂടെ 12ൻ്റെ സ്ക്വയർ ശേഷം 5ൻ്റെയും 6ൻ്റെയും സ്ക്വയർ ക്രമത്തിൽ പിന്നെതാ 146. ഓക്കെ ആണേ. ഇനി നിങ്ങൾ അടുത്ത പഠിക്കേണ്ടത് മക്കളെ നൂറ്റാണ്ടിൻ്റെ കോഡാണ്. നൂറ്റാണ്ടിൻ്റെ കോഡ് അതെങ്ങനെ നൂറ്റാണ്ടിൻ്റെ കോഡ് പഠിക്കുമെന്ന് വെച്ചാൽ ഒന്നുമില്ല, ദാ 6ൽ അങ്ങോട്ട് തുടങ്ങണം. 6 ഇനി 2 വീതം കുറച്ച് വാ. 6 4 2 0. കണ്ടോ, 6ൽ തുടങ്ങി 2 വീതം കുറച്ച് 0 വരെ. 0ത്തിൽ തീർന്നല്ലോ. അപ്പോൾ ഇനിയും കുറച്ച് കഴിഞ്ഞാൽ മൈനസിലോട്ട് പോകും, അതുകൊണ്ട് വേണ്ട. വീണ്ടും 6ൽ തുടങ്ങും. 6 4 2 0. തീർന്നല്ലോ. വീണ്ടും ദാ 6ൽ തുടങ്ങ്. 6 2 വീതം കുറച്ച് 4 വീണ്ടും 2 കുറച്ച് 2 0. പറഞ്ഞ മനസ്സിലായോ? ഒന്നുമില്ല എടാ, ഒന്നുമില്ല. ഒന്നുമില്ല. ചെയ്യേണ്ട എന്തുവാ പറ. 6ൽ അങ്ങോട്ട് തുടങ്ങണം. 6ൽ തുടങ്ങണം. 2 വീതം കുറച്ച് 2 കുറച്ചാൽ 4 വീണ്ടും 2 കുറച്ചാൽ 2 വീണ്ടും 2 കുറച്ചാൽ 0. 0ത്തിൽ തീർന്നാൽ വീണ്ടും 6ൽ തുടങ്ങണം മക്കളെ. 6 4 2 0. വീണ്ടും പറ. 6 4 2 0. കണ്ടോ, 6 4 2 0 എന്നങ്ങോട്ട് എഴുതിയാൽ മതി. 6 4 2 0 6 4 2 0 6 4 2 0. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 0ൻ്റെ താഴെ ഇഷ്ടമുള്ള എവിടെങ്കിലും അവിടോ ഇവിടോ അവിടോ അപ്പുറം എവിടെങ്കിലും ഒരു 0ൻ്റെ താഴെ 1900 എന്നങ്ങ് എഴുതണം. 1900 എന്ന നൂറ്റാണ്ടിൻ്റെ കോഡാണ് മക്കളെ 0. 1900 എന്ന നൂറ്റാണ്ടിൻ്റെ കോഡാണ് മക്കളെ 0. ഓക്കെ, 1900 എന്ന നൂറ്റാണ്ടിൻ്റെ കോഡാണ് മക്കളെ 0. ശരി, അപ്പോൾ ഇനി ഓരോ നൂറ്റാണ്ടിൻ്റെ കോഡുകളാണ് കിടക്കുന്നത്. നൂറ്റാണ്ടിൻ്റെ അപ്പം 100 വർഷം വീതം കൂട്ടി എഴുതിയാൽ മതി. ഇത് 2000ൻ്റെ കോഡാ മക്കളെ 6. 2100 നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 100 കൊല്ലം കഴിയണ്ടേ. 2100ൻ്റെ കോഡാ മക്കളെ 4. 2200ൻ്റെ കോഡാണ് മക്കളെ 2200ൻ്റെ കോഡാണ് മക്കളെ 2. കണ്ടോ, 2300ൻ്റെ കോഡാണ് മക്കളെ 0. കണ്ടോ, എടാ ഇങ്ങോട്ട് നോക്കിയാൽ 100 കുറച്ചാൽ 1800ൻ്റെ കോഡാണ് മക്കളെ 2. 1700ൻ്റെ കോഡാണ് മക്കളെ 4. 1600ൻ്റെ കോഡാണ് സുഹൃത്തുക്കളെ 1600ൻ്റെ കോഡാണ് 6. മനസ്സിലായോ? പറഞ്ഞത് പിടികിട്ടിയോ? പറഞ്ഞത് മനസ്സിലായോ? ഒരിക്കൽ കൂടെ പറയാം. അതിനു മുമ്പായിട്ട് ഒരു എക്സെപ്ഷൻ കൂടെ പറഞ്ഞോട്ടെ. എടാ ലീപ്പ് ഇയർ വരുന്നാൽ അതായത് അതിവർഷം വന്നാൽ മക്കളെ അതിവർഷമാണ് വരുന്നതെങ്കിൽ ജനുവരിക്കും ഫെബ്രുവരിക്കും മാത്രം ഒരു അഡീഷണൽ കോഡ് കൂടെ നിങ്ങൾ പഠിക്കണം. അതായത് 1 1 കുറച്ച് 0 ജനുവരിക്കും ഫെബ്രുവരിക്കും മാത്രമേ ഉള്ളേ. 4 1 കുറച്ചാൽ 3. ഉദാഹരണം പറഞ്ഞാൽ ചോദ്യം മക്കളെ 1948 ജനുവരി 20 ചോദിക്കുന്നതെന്ന് വെക്കുക. അതായത് 1948 എങ്ങനെയുള്ള വർഷമാണ്? അതിവർഷത്തിലെ ജനുവരി ചോദിച്ചാൽ ആ ജനുവരിയുടെ കോഡ് 0 ആയിരിക്കും. അതിവർഷത്തിലെ ചോദ്യം 1948 ജനുവരിയോ ഫെബ്രുവരിയോ ചോദിക്കുമ്പോൾ, അല്ല 1948 മാർച്ച് 15 ഏത് ദിവസം എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. എടാ 1948 അതായത് അതിവർഷത്തിലെ ജനുവരിയോ ഫെബ്രുവരിയോ ചോദ്യം വന്നാൽ അവരുടെ കോഡുകൾ എടുക്കുമ്പം ഇവിടുന്ന് 1 വീതം കുറയ്ക്കണം. 1 1 കുറച്ച് 0 4 1 കുറച്ച് 3. പറഞ്ഞത് മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ 1960 മക്കളെ 60 ഒരു ലീപ്പ് ഇയറാ. ആ ലീപ്പ് ഇയറിലെ ഫെബ്രുവരി 5 ചോദിച്ചാൽ പറ. 60 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയറിലെ ഫെബ്രുവരി ചോദിച്ചാൽ ഇതായിരിക്കണം കോഡ്. മനസ്സിലായോ? എടാ 1 1 കുറച്ച് 0 4 1 കുറച്ച് 3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടേ കണക്ക് ചെയ്യുന്നുള്ളൂ. പറ നമ്മുടെ മാസങ്ങളുടെ കോഡ് 144 12ൻ്റെ സ്ക്വയർ 0.25 5ൻ്റെ സ്ക്വയർ 0.36 6ൻ്റെ സ്ക്വയർ 146. അപ്പോൾ എഴുതി വെക്കാം. ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ
ഇവർക്ക് രണ്ടുപേർക്കും മാത്രം എക്സെപ്ഷൻ പറ, എക്സെപ്ഷൻ ഏത് ദിവസമാണ്? ആദിവർഷമാണെങ്കിൽ മക്കളെ, ആദിവർഷമാണെങ്കിൽ ഇവിടെ 0, ഇവിടെ 3. ഓക്കെ ആണോ? അതായത് 1 ൽ 1 കുറച്ച് 0, 4 ൽ 1 കുറച്ച് 3. ഇനി നൂറ്റാണ്ടിൻ്റെ കൂടെ പറഞ്ഞെന്തുവാ? 6, 4, 2, 0. 6 തുടങ്ങി 2 വീതം കുറച്ച് 0 വരെ. 6, 4, 2, 0. 6, 4, 2, 0. 6 അങ്ങോട്ട് തുടങ്ങണം, 2 വീതം കുറയ്ക്കണം 0 വരെ. 6, 4, 2, 0. വീണ്ടും 6 തുടങ്ങണം, 0 വന്നാൽ വീണ്ടും 6 തുടങ്ങണം. 6, 4, 2, 0. വീണ്ടും 0 വന്ന 6 തുടങ്ങും മക്കളെ. 6, 4, 2, 0. ഇഷ്ടമുള്ള 0. ഞാനിപ്പോൾ ഈ 0 എടുക്കുക മക്കളെ. ഇവിടെ ഞാൻ 1900 എന്ന് എഴുതുക എങ്കിൽ ഇവിടെ ഇതാണ് 2000-ൻ്റെ കോഡ്. ഇതാണ് മക്കളെ 2100-ൻ്റെ കോഡ്. ഇതാണ് 2200 എങ്കിൽ ഇതാണ് മക്കളെ 1800-ൻ്റെ കോഡ്. ഇതാണ് സുഹൃത്തുക്കളെ 1700-ൻ്റെ കോഡ്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ചോദ്യം ചെയ്താലോ? 2002 ജൂൺ 4 ഏത് ദിവസം എന്നാണ് കണ്ടെത്തേണ്ടത്. 2002 ജൂൺ 4. ഞാനൊന്ന് മാറ്റി എഴുതുവാണേ. 2002 ജൂൺ 4 കണ്ടെത്തേണ്ടത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാ. ഈ 2002 അടങ്ങുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ട് പറ മക്കളെ. ഈ 2002 അടങ്ങുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ട് പറ. ഈ 2002 അടങ്ങുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ട് മക്കളെ 2000 അല്ലേ? 2000 അല്ലേ? ആ 2000-ൻ്റെ കോഡ് അങ്ങോട്ട് എഴുതണം മക്കളെ. 2000-ൻ്റെ കോഡ് 6 അല്ലേ? 2000-ൻ്റെ കോഡ് 6 അല്ലേ? 6 അങ്ങോട്ട് എഴുതണം മക്കളെ. 6 അങ്ങോട്ട് എഴുതണം. ഓക്കെ, 6 എഴുതി പ്ലസ്. ഓക്കെ, അത് ഓക്കെ ആണേ. അപ്പോൾ 2002 അടങ്ങുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ട് 2000 ആണ്. 2000-ൻ്റെ കോഡ് എഴുതി 6. അടുത്ത സെറ്റപ്പ് ഇതിലെ ബാക്കി വന്ന വർഷം എന്ന് പറഞ്ഞാൽ 2000 കഴിഞ്ഞാൽ ബാക്കി എത്ര വർഷമുണ്ട്? 2000 കഴിഞ്ഞാൽ ബാക്കി 2000-ന് പകരം 6 എഴുതി. അപ്പോൾ ബാക്കിയുള്ള വർഷം എഴുതണം. 2000 കഴിഞ്ഞാൽ ബാക്കി മക്കളെ 2 വർഷമേ ഉള്ളൂ. അതും എഴുതി. ഓക്കെ, ഇനി അടുത്തത് ബാക്കി എഴുതിയ വർഷത്തിൽ ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ അത് എഴുതണം. അതെങ്ങനെ മനസ്സിലാക്കും? എടാ, ലീപ്പ് ഇയർ ഉണ്ടാകണമെങ്കിൽ മിനിമം 4 കൊല്ലം വേണം. മിനിമം 4 കൊല്ലം വേണം. അതായത് ഇതൊരു 4 കൊല്ലമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിലേ ലീപ്പ് ഇയർ വരത്തുള്ളൂ. ഉദാഹരണം 2012 ആണെന്ന് വെക്ക് മക്കളെ. നമ്മുടെ ചോദ്യം 2012 ആണെന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? നമ്മൾ 2000-ൻ്റെ കോഡ് എഴുതി 6. ബാക്കി എത്ര വർഷം വരും? 12 വർഷം വരും. 2012 ആണെങ്കിൽ ബാക്കി 12 വർഷം വരും. ഇനി ആ 12 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് എഴുതണം. അതെങ്ങനെ എഴുതും? 12-നെ നമ്മൾ എഴുതിയ 12-നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. കാര്യം 4 കൊല്ലം കൂടിയിരിക്കുമ്പോഴാണ് ലീപ്പ് ഇയർ വരുന്നത്. 12-നകത്ത് 3 വട്ടം 4 12. ശിഷ്ടം 0. ശിഷ്ടം എന്താ വന്നോട്ടെ 3 ലീപ്പ് ഇയർ ഉണ്ടെന്ന് കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇവിടെ ഒരു 3 കൂടെ എഴുതണമായിരുന്നു. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം മക്കളെ. ഇപ്പം നിലവിൽ 2000 എന്ന നൂറ്റാണ്ടിൻ്റെ കോഡ് 6 എഴുതി പ്ലസ് 2 കൂടെ ബാക്കി വന്ന വർഷം 2 അത് എഴുതിയാൽ മതി. എന്നാൽ ഉദാഹരണം ഇവിടെ 2012 ആണെന്ന് വെക്ക്. അങ്ങനെയാണെങ്കിൽ 2000-ൻ്റെ കോഡ് 6 എഴുതി ബാക്കി വന്ന വർഷത്തിനെണ്ണം 12 എഴുതണം. എന്നിട്ട് ആ എഴുതിയ 12 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്നും എഴുതണം. അത് കണ്ടുപിടിക്കാൻ 12-നെ 4 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 4, 12 ശിഷ്ടം 0. അപ്പം മനസ്സിലാക്കിക്കോണം 3 ലീപ്പ് ഇയർ ഉണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ഒരു 3 കൂടെ കൂട്ടണം. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ മക്കളെ? ഇപ്പം ഇല്ല, ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്തായാലും നമുക്കറിയാം ബാക്കി 2 വർഷമേ ഉള്ളൂ. 2 വർഷത്തിൽ ലീപ്പ് ഇയർ ഇല്ല. അതുകൊണ്ട് അത് എഴുതിയാൽ മതി. ക്ലിയർ? അപ്പോൾ 2002-ൻ്റെ ഊത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പ്ലസ് ഇടുക. 2002 കഴിഞ്ഞേ. ഇനി ക്രമത്തിൽ നോക്ക്. ബാക്കി ഇനി എന്താ ഉള്ളത്? ജൂൺ. 2002 കഴിഞ്ഞു, ബാക്കി ജൂൺ. അപ്പോൾ നമ്മൾ നോക്കണം ജൂണിൻ്റെ കോഡ് എന്താണ്? ജൂണിൻ്റെ കോഡ് 5 ആണ്. ജൂണിൻ്റെ കോഡ് അങ്ങോട്ട് എടുക്കണം. ജൂണിൻ്റെ കോഡ് മക്കളെ 5 ആണ്. 5 അങ്ങോട്ട് എഴുതി പ്ലസ് ബാക്കി വന്ന ദിവസം 4 ആണ്. ആ 4 അങ്ങോട്ട് എഴുതണം. 4 കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. കൂട്ടുക. 6 4 10 15 15 2 17. അവസാനമായിട്ട് നിങ്ങൾ ഈ 17-നെ 7 കൊണ്ട് ഹരിക്കണം. 2 7 14. ശിഷ്ടം 3 വരും മക്കളെ. ശിഷ്ടം നോക്കിയിട്ടാണ് നമ്മൾ ഇനി ഉത്തരം പറയാൻ പോകുന്നത്. എങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ ശിഷ്ടം 0 കിട്ടിയാൽ നിങ്ങളങ്ങ് പഠിച്ചു നോക്ക്, അത് ശനിയായിരിക്കും.
ശിഷ്ടം 0 കിട്ടിയാൽ അത് ശനിയായിരിക്കും. ശിഷ്ടം 0 ആണെങ്കിൽ ശനി. ശരി, ശിഷ്ടം 1 വന്നാൽ ഇനി താഴോട്ട് എളുപ്പമോ. 1 വന്നാൽ മക്കളെ ഞായർ. 0 ശനി, 1 ഞായർ. 2 ആണെങ്കിൽ അത് തിങ്കൾ. 3 ആണെങ്കിൽ അത് ചൊവ്വ. 4 ആണെങ്കിൽ അത് ബുധൻ. 5 ആണെങ്കിൽ അത് വ്യാഴം. 6 ആണെങ്കിൽ മക്കളെ അത് വെള്ളി. വീണ്ടും ഇനി 7 വരത്തില്ലല്ലോ, കാര്യം 7 കൊണ്ട് ഹരിക്കുന്നത്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായാലും ശിഷ്ടം 7 വരത്തില്ല, അതിന് പകരം 0 വരുന്നത്. എടാ 0 വന്നാൽ ശനി എന്ന് ഓർത്ത് വെക്ക്. അപ്പോൾ ഇതുകൂടെ ഓർത്ത് വെച്ചാൽ നമ്മുടെ ഉത്തരവായി. എങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര വന്നിരിക്കുന്നത്? 3 വന്നിരിക്കുന്നത്. 3 വന്നാൽ ചൊവ്വ. മക്കളെ നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ സി, ചൊവ്വ. മനസ്സിലായോ? പിടികിട്ടിയോ? ക്ലിയർ ആയി കാണും എന്ന് കരുതട്ടെ. നമുക്കൊരു 1-2 ചോദ്യങ്ങളൊന്ന് പരിശോധിച്ചാലോ? അപ്പോൾ ഒരു 1-2 ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മക്കളെ 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു വെള്ളിയാഴ്ചയാണ്. നമുക്ക് ചെയ്ത് നോക്കാം വെള്ളി കിട്ടുമെന്ന്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 1947, ഇവനെ നമ്മൾ പിരിച്ച് എഴുതും. എങ്ങനെ എഴുതും? ആദ്യം 1900 എന്ന നൂറ്റാണ്ട് എടുക്കണം. എടാ ഇതിനകത്ത് അടങ്ങുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ട് ഏതാ മക്കളെ? 1900 അല്ലേ? ഇതിലടങ്ങുന്ന ഏറ്റവും വലിയ നൂറ്റാണ്ട് സുഹൃത്തുക്കളെ 1900. അപ്പോൾ 1900-ൻ്റെ കോഡ് ഏതാ മക്കളെ? 0. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു 0-ൻ്റെ താഴെ 1900 എന്ന് എഴുതാൻ അല്ലേ? അപ്പോൾ 1900-ൻ്റെ നൂറ്റാണ്ട് കോഡ് മക്കളെ 0. അപ്പം 0 അങ്ങോട്ട് എഴുതി പ്ലസ്. പിന്നെ ഞാൻ പറഞ്ഞ എന്താ? അപ്പോൾ 1900-ത്തിനകത്തിലെ 1900-ന് പകരമല്ലേ 0 എഴുതിയത്? 1900-ന് പകരമല്ലേ 0 എഴുതിയത്? ആണ്. ബാക്കിയുള്ള വർഷങ്ങൾ എത്ര? ബാക്കിയുള്ള വർഷം മക്കളെ 47. 1900 കഴിഞ്ഞാൽ ബാക്കി 47 വർഷം. പിന്നെ ഞാൻ പറഞ്ഞു ഈ എഴുതിയ വർഷത്തിൽ ലീപ്പ് ഇയറുകൾ എണ്ണം എഴുതണം. ഇവിടെ ലീപ്പ് ഇയർ ഉണ്ടോ? ഉണ്ട്. കാര്യം 4-നേക്കാൾ കൂടുതലാണ്. 47 വർഷം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ലീപ്പ് ഇയർ വരും. അപ്പോൾ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 47-നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. എനിക്കറിയാം 11, 4, 44. ശിഷ്ടം 3. അപ്പോൾ മനസ്സിലായി. എടാ 11 ലീപ്പ് ഇയർ വരും. അപ്പോൾ ഞാൻ പ്ലസ് ഒരു 11 കൂടെ എഴുതി. 11 കൂടെ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയുമാണ് എല്ലാവർക്കും പാടായിട്ട് പറയുന്നത്. എടാ എന്തൊക്കെയാ പറഞ്ഞത് പറ. 1900-ന് പകരം 1900-ൻ്റെ കോഡ് 0 പ്ലസ് ബാക്കി വന്ന വർഷങ്ങളുടെ എണ്ണം 47. ആ പ്ലസ് എഴുതി 47. എഴുതിയ 47 വർഷത്തിലെ ലീപ്പ് ഇയർ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? 4-നേക്കാൾ കൂടുതൽ വർഷം വന്നാൽ എപ്പോഴും ലീപ്പ് ഇയർ വരും. അതിലെ ലീപ്പ് ഇയർ എണ്ണം കണ്ടുപിടിക്കാൻ 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം 11 പ്ലസ് അപ്പോൾ അത്രയും കഴിഞ്ഞു. അപ്പോൾ 1947-നെയാണ് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത എന്താ മക്കളെ? ഓഗസ്റ്റിൻ്റെ കോഡ് പറ. 3. ഓഗസ്റ്റിൻ്റെ കോഡ് 3. അപ്പോൾ ഓഗസ്റ്റിൻ്റെ കോഡ് എഴുതി 3 പ്ലസ് ബാക്കി എന്താ? 15. ആ 15 അങ്ങോട്ട് എഴുതുക. കഴിഞ്ഞു. കൂട്ടിയാൽ മതി. 47 3 മക്കളെ 50. 50ഉം 15ഉം 65. 65ഉം 10ഉം 75ഉം 1 76. അവസാനമായിട്ട് 76-നെ നമ്മളിതാ 7 കൊണ്ട് ഹരിക്കണം. അതായത് ഇതിൻ്റെ തുക കിട്ടി 76. 7 കൊണ്ട് ഹരിക്കുമ്പം 57 70 അല്ലേ? 10 × 7 70 അല്ലേ? ശിഷ്ടം 6 അല്ലേ മക്കളെ വരുന്നത്? ശിഷ്ടം 6 വരും. ഇനി പറ നമ്മൾ പഠിച്ചെന്താ? നമ്മൾ പഠിച്ചത് 0 വന്നാൽ ശനി വരും. 1 ഞായർ, 2 തിങ്കൾ, 3 ചൊവ്വ, 4 ബുധൻ, 5 വ്യാഴം. എടാ 6 വെള്ളി. നമ്മുടെ ഉത്തരം 6 അല്ലേ വന്നത്? എങ്കിൽ ഉത്തരം മക്കളെ വെള്ളിയാ. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വെള്ളി ആയിരുന്നെന്ന്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇതാ നോക്ക്. 1950 ജനുവരി 26. 1950 ജനുവരി 26 കണ്ടെത്തണം. എങ്ങനെ ചെയ്യും? പറ. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം അതൊരു വ്യാഴാഴ്ചയായിരുന്നു. മക്കളെ ഇതൊരു വ്യാഴാഴ്ചയായിരുന്നു. ഓക്കെ. 1900-ലെ ഏറ്റവും വലിയ നൂറ്റാണ്ട് മക്കളെ 1900. അതിൻ്റെ കോഡ് 0 പ്ലസ് ബാക്കി വന്ന വർഷങ്ങളെണ്ണം 1900 കഴിഞ്ഞാൽ ബാക്കിയുള്ള വർഷങ്ങളെണ്ണം 50 പ്ലസ് അടുത്തൊരു 50 വർഷത്തിലെ ലീപ്പ് ഇയറുകൾ എണ്ണം. 50-നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 12 4 48 ശിഷ്ടം 2 വരും. ശിഷ്ടം കാര്യമില്ല. 12 നീട്ടി 12 പ്ലസ് മക്കളെ. അപ്പോൾ 1950-നെ ഞാൻ 3 ഘട്ടങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുക.
1900-ന് പകരം 0, 1900-ന് പകരം 0. ഇനി ബാക്കി വന്ന വർഷം 50. ആ ബാക്കി വന്ന വർഷത്തിലെ ലീപ്പ് ഇയറുകളുടെ എണ്ണം അഥവാ അതിവർഷങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ 50-നെ ഞാൻ 4 കൊണ്ട് ഹരിച്ചേ. അപ്പോൾ 12 കിട്ടി. ശരി, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്രമത്തിൽ എന്താ കിടക്കുന്നത്? ജനുവരിയാണ് കിടക്കുന്നത്. ജനുവരിയുടെ കോഡെന്ന് പറഞ്ഞേ മക്കളെ, ജനുവരിയുടെ കോഡെന്ന് പറഞ്ഞേ. ജനുവരിയുടെ കോഡ് എന്താ? 1. അപ്പോൾ ജനുവരിയുടെ കോഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഏത് വർഷമാണ്? 50 ലീപ്പ് ഇയർ ആണോ? അല്ല, 50 ലീപ്പ് ഇയർ അല്ല, 50 ലീപ്പ് ഇയർ അല്ല, 50 ലീപ്പ് ഇയർ അല്ല, സാധാരണ വർഷം, നോർമൽ ഇയറാണ്. അപ്പം ഇത് തന്നെ മതി കോഡ്, ഇത് തന്നെ മതി കോഡ്. എന്നാൽ ഇവിടുത്തെ അപ്പം 52 ജനുവരിയുടെ ചോദ്യമായിരുന്നെങ്കിൽ 52 എന്നത് ലീപ്പ് ഇയറാണ്. അപ്പം ജനുവരിയുടെ കോഡ് മക്കളെ 0 എടുക്കണം. മനസ്സിലായോ? ഇവിടെ ഇപ്പം ജനുവരിയുടെ കോഡ് 1 തന്നെ മതി. 1 പ്ലസ് ബാക്കി വന്നതാ ഈ 26 അങ്ങനെ തന്നെ എഴുതണം. ആ 26 അങ്ങനെ തന്നെ കൂട്ടാം. 50ഉം 26ഉം 76, 76ഉം 10 86, 86ഉം 2 88, 88 1 89. 89നെ അവസാനമായിട്ട് 7 കൊണ്ട് ഹരിക്കുന്നു. 1 7 ശിഷ്ടം 1 19-നാത്തി 7 2 14 ശിഷ്ടം 5. ഓക്കെ, പറ. ശിഷ്ടം 0 വന്നാൽ മക്കളെ ശനി, 1 വന്നാൽ ഞായർ, 2 വന്നാൽ തിങ്കൾ, 3 വന്നാൽ ചൊവ്വ, 4 വന്നാൽ ബുധൻ, 5 വന്നാൽ വ്യാഴം. മക്കളെ 5 വന്നിരിക്കുന്നു. 5 വന്നിരിക്കുന്നത്, വ്യാഴമാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു. പക്കയായിട്ട് മനസ്സിലായി കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ എല്ലാവരുടെയും ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഇതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 2026 മാർച്ച് 7. മക്കളെ 2026 മാർച്ച് 7 ഈ ദിവസം എന്തായാലും നിങ്ങൾ അറിയാതെ പോകത്തില്ല. 2026 നടപ്പ് വർഷം മാർച്ച് മാസം 7-ാം തീയതി ഏത് ദിവസമാണെന്ന് വരെ നിങ്ങൾക്കറിയാം. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പം ആ ദിവസം അറിഞ്ഞു വെച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാതെ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുകയാണ്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളോട് എത്തുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ചലഞ്ചറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശാഖ് പാവുമ്പ.